ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജിയർ ഫാമിലി ബൈ ലോർ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ക്രീമാണ് ഇത്. അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ വരുന്നത്. ഈ ക്രീം നമ്മൾ പലതവണ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 50 ഗ്രാമിൻ്റെ 5 ബോട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്രീം എങ്ങനെയാണ് മേക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുന്ന അളവിലും വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 250 ഗ്രാമിൻ്റെ അടുത്താണ് അലോവേരയുടെ ജെല്ല് എടുക്കുന്നത്. 5 ബോട്ടിൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അലോവേരയുടെ ജെല്ല് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, അതെടുക്കണമായിരിക്കും നല്ലത്. ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ആദ്യമേ തന്നെ ഒരു 8 ഗ്രാമിൻ്റെ അടുത്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇനി ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വിസ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വിസ്കും കൊണ്ട് മിക്സ് ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ ബീറ്ററൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത്. ബീറ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വിസ്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അലോവേരയുടെ ജെല്ലും കോക്കനട്ട് ഓയിലും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ ഒക്കെ അടുത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കണതാണ് ഇത്. അപ്പോൾ നമ്മൾ മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലോട്ടാണ് കേട്ടോ നമ്മുടെ ഒരു ക്രീം ഫസ്റ്റ് വരുന്നത്. ഇപ്പം തന്നെ നല്ലൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് 5 ml അടുത്താണ് കേട്ടോ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 13 ml അടുത്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 3-5 മിനിറ്റിൻ്റെ അടുത്ത് മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ മിക്സിങ് അനുസരിച്ചിരിക്കും ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ മിക്സാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ടെക്സ്ചറിലോട്ടാണ് നമ്മുടെ ക്രീം വന്നിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1-2 ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ എയുടെ ഓയിലാണ്. ഈ ഒരു ഓയിലിന് പകരം നമുക്ക് വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂളാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ഡ്രോപ്സിൻ്റെ ഒക്കെ അടുത്ത് വൈറ്റമിൻ എയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാണ്. നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് സ്മെല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൗവിൻ്റെ സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2.5 ml ഒക്കെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്മെല്ലും അതുപോലെ തന്നെ വൈറ്റമിനും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പും നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത് നോക്കി സെയിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സാക്കി കഴിയുമ്പോൾ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതും. അപ്പോൾ എന്തായാലും ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ശരിയാവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ മതിയാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫിനോക്സി എത്തനോളാണ്, പ്രിസർവേറ്റീവാണ്. അതും ഒരു 3-4 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലോവേരയുടെ ജെല്ലിൽ ഓൾറെഡി പ്രിസർവേറ്റീവ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവും കൂടെ ആഡ് ആക്കിയതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീമിൻ്റെ മിക്സിംഗ് ഒക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ കിട്ടിയേക്കണേന്ന് കാണിച്ചു തരാവേ. നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ നോക്കിക്കോട്ടെ. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, സെയിൽ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു രീതി തന്നെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിങ് ഫിലിം ഒന്ന് ചുറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ രാത്രി ഇരുന്നാണ് ചെയ്യണത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ. മിക്കപ്പോഴും ഇങ്ങനത്തെ ക്രീമിനൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ നൈറ്റാണ് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയില്ല, അതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അങ്ങനത്തെ നമ്മുടെ ക്രീമൊക്കെ റെഡിയായി അതിൻ്റെ ക്ലിങ് ഫിലിം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീം വരുന്നത്. നമ്മുടെ ക്രീം കണ്ടോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഫൈനൽ എന്താ പറയുക ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് പുറത്തോട്ടേക്ക് കൊടുത്തതിന് മുന്നേ ആയിട്ട് അതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ pH സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു pH സ്ട്രിപ്സ് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ pH വന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ ഒരു pH സ്ട്രിപ്സ്
ഡ്രോപ്സിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പ്രത്യേകിച്ച് കളർ അങ്ങനെ ചേഞ്ചസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രീമിൻ്റെ ഒരു pH ഏകദേശം ഒരു 5നും 6നും ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ pH ഒക്കെ നോക്കിയതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് ഇനി ഇത് ക്രീം ബോട്ടിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബോട്ടിൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ് വരുന്നത്. ഇന്നർ ക്യാപ്പൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഓരോരോ ബോട്ടിലായിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെയ്റ്റ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീമിൻ്റെ കളറും ബോട്ടിലിൻ്റെ കളറും എല്ലാം സെയിം ആയതുകൊണ്ട് വീഴുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. നമ്മൾ അതിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ബോട്ടിലാക്കി ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ ഇന്നർ ക്യാപ്പും അതിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. അങ്ങനെ ക്യാപ്പെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേര മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ സ്റ്റിക്കർ വരുന്നത്. അങ്ങനത്തെ റൗണ്ട് സ്റ്റിക്കറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിക്കറും കൂടെ കൂട്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കറൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ എല്ലാ ക്രീമും ഫില്ല് ചെയ്ത് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ അലോവേര മോയ്സ്ചറൈസിങ് ക്രീം വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരും അല്ലെങ്കിൽ ഇനി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാരും ആദ്യം ഒരു ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു അലോവേര മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തൊക്കെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് എബോവ് 6 months ഒക്കെ വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകാലുകളിൽ ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു അലോവേര മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.